എല്ലാ മഹാന്മാരെയും മഹാന്മാരാക്കിയതിന് പിന്നിൽ അസ്മാഹുൽ ഹുസ്നയുടെ ഘടകമാണ്. അത് വല്ലാത്തൊരു പവറാണ്. ഞാനിത് എൻ്റെ ചെറുപ്പത്തിലേ ഇതിനെപ്പറ്റി പഠിക്കുകയും ചെല്ലുകയൊക്കെ ചെയ്യും. ഇതിങ്ങനെ ചെല്ലുന്നവർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്. നിങ്ങൾക്ക് കേൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എൻ്റെ പ്രഭാഷണമൊക്കെ കേട്ടാലൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം പറയാതെ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാറില്ല. അത് കേരളത്തിലും കർണാടകയിലും എല്ലാ തമിഴ്നാട്ടിലൊക്കെ തന്നെ അത് വല്ലാത്തൊരു ഇഷ്കാണ്. അള്ളാഹുവിൻ്റെ പേരല്ല. ആ 99 നാമങ്ങൾ അത് വല്ലാത്തൊരു പവറാണ്. ഞാൻ ഇതിനടുത്ത് 3 കൊല്ലം മുമ്പ് മിസ്റിൽ പോയിരുന്നു. അള്ളാഹു നമുക്ക് മിസ്റിൽ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ സുക്കാഫിയൊക്കെ പോയിണ്ടാവില്ലേ മിസ്റിൽ പോയാൽ? മിസ്റിലേക്ക് ഒന്ന് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനിങ്ങനെ എന്നോ പറയാൻ പോരാ. ഈ 70,000 രൂപ ചിലവാ. ടോപ്പ് അമ്മയും വേണ്ടായി. 80 റുപ്യൻ്റെ ചിലവുണ്ടായി മിസ്റിൽ പോകാൻ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിനാണ് മിസ്റിൽ പോകുന്നത്? അവിടെയാണ് സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ. മറന്നുപോയോ ഉമ്മമാരെ? ബരിശൈനൂറഹ്മദൻ നബി മുത്ത് മകളായ ബംഗീശ മഹ്ലൂബൈത്തിൽ പതിയോരായേ ചികവാരാത്തരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാ ചികത്തരാരിളാനാങ്കൾ കണൈത്തിടല്ലോ. ആ നഫീസത്തുമാരെ ഇങ്ങനെ ചെറുപ്പത്തിലേ പാടി പഠിച്ചു. മിസ്റിലൊന്ന് പോകാൻ വല്ലാത്തൊരു പൂതിയായി. അങ്ങനെ മിസ്റിലെത്തി നഫീസത്തുൽ മിസ്രിയുടെ മഖ്ബറ സിയാറത്ത് ചെയ്യണം. അൽഹംദുലില്ലാഹ് മിസ്റിൽ ഒരുപാട് മഹാന്മാരുണ്ട് സഹോദരന്മാർ. മിസ്റിൽ ഒരുപാട് മഹാന്മാരുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു, ഇബ്നു അത്താഉല്ലാ തങ്ങൾ, അങ്ങനെ ഇമാമുൽ ബൂസുരി തങ്ങൾ, സുന്നൂനിൽ മിസ്രി തങ്ങൾ, അങ്ങനെ ഒട്ടനേകം മഹാന്മാരായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും മുസന്നിഫീങ്ങളുടെയും സംഗമ ഭൂമിയാണ് മിസ്ർ. ഒന്ന് പോവേണ്ടതാണ്, ഒന്ന് കാണേണ്ടതാണ്. ഞാൻ എൻ്റെ പ്രശ്നത്തിൽ പറഞ്ഞപ്പോൾ തങ്ങളിത് പറഞ്ഞു കേട്ടപ്പോൾ പോകാൻ വല്ലാത്തൊരു പൂതി. ഒരുപാട് ആൾക്കാർ അങ്ങനെ പോയാലുണ്ട്. മിസ്ർ അങ്ങനെ മറക്കാം നമ്മൾ. മിസ്ർ പഴയകാലത്തെ ഈജിപ്ത്. ഇസ്ലാമികിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മിസ്റിനെ മാറ്റി നിർത്തി പറയാൻ കഴിയില്ല. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് പോകാനും സിയാറത്ത് ചെയ്യാനും ഒക്കെ തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിന് മണ്ണിന് കഥ പറയാനുണ്ട്. ഈ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മിസ്റിന്റെ കഥ പറയാനുണ്ട്. നൈൽ നദിയുടെ ഓളങ്ങൾക്ക് മിസ്റിന്റെ കഥകൾ നമ്മളോട് പറഞ്ഞു തരാനുണ്ട്. ഒക്കെ കാണണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മിസ്റിലെ അലക്സാണ്ട്രിയയിൽ നമ്മൾ ചെല്ലും. അലക്സാണ്ട്രിയയിൽ എത്തിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് വലിയ മ്യൂസിയം കാണാൻ കഴിയും. അവിടെയാണ് മിസ്റ്റർ ഫറോവയുടെ ഡെഡ് ബോഡി ഉള്ളത്. ഒട്ടനേകം കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. മാഷാ അല്ലാഹ്. അതുപോലെ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട പിരമിഡുകൾ, മനുഷ്യനിർമ്മിതമായ പിരമിഡുകൾ നമുക്ക് മിസ്റിൻ്റെ മണ്ണിൽ കാണാം. മാഷാ അല്ലാഹ്. അള്ളാഹു തആല മിസ്ർ ഒന്ന് പോവാൻ, അവിടെ നിന്ന് കാണാനും ഇനിയും സിയാറത്ത് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങളവിടെ പോയപ്പോൾ രണ്ട് ദിവസം ഒക്കെ കിട്ടിയത്. അങ്ങനെ ഫസ്റ്റിൽ അവിടെ ചെന്നു. എല്ലാവരോടും ചെന്നിട്ട് ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ വിള്ളിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ. നഫീസത്ത് ബീവിയുടെ മഖ്ബറിലേക്ക് അവിടെ ചെന്നപ്പോൾ പ്രൗഢം ഗംഭീരം രാജകീയമായ കിടത്തമാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രി കിടക്കുന്നത്. അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ സിയാറത്തൊക്കെ ചെയ്ത് 2 ദിവസമൊക്കെ ഒന്ന് മൊത്തം കറങ്ങി. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു 7 കിലോമീറ്റർ പോകാനുണ്ട്. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് 8 മണിക്ക് ബസ്സാണ്, 10 മണിക്ക് ഫ്ലൈറ്റാണ്. അങ്ങനെ ഞാൻ രാത്രിയിൽ ആൾക്കാരൊക്കെ ചോദിച്ചു, നിങ്ങളാരോ ഒന്നുകൂടി നഫീസത്ത് നമ്മൾ പോയി വരിക, ആരോ പോയിരുന്നെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും പോരും തിരക്കിലാണ്. പെട്ടി കെട്ടാനൊക്കെ ഉണ്ടാകുമല്ലോ, ആണും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ആ പോരും തിരക്കിലാണ്. അപ്പോൾ ആർക്കും അതിന് സമയമല്ല. ഓക്കെ, സുബഹിസ്കാരം കഴിഞ്ഞു. ഒന്നുകൂടി ആണുങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങളാരോ പോയിരുന്നോ? എനിക്ക് ഒന്നുകൂടി പോയി നഫീസത്ത് സലാം പറയണോ, വിടവാങ്ങലായിട്ട്.
കാരണം മിസ്റിൻ്റെ മണ്ണിലും നഫീസത്തുൽ മിസ്രിയും കേരള സമൂഹവും അത്ഭുതാവഹമായൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടെ പ്രസവവേദന വരുമ്പോൾ നഫീസത്ത് ബീവിൻ്റെ മദ്ഹ് ഇങ്ങനെ പാടും, റാഹത്തായിട്ട് അങ്ങ് പ്രസവിക്കും. അത് അനുഭവങ്ങളല്ലേ. അപ്പോൾ നഫീസത്ത് ബീവിനെ പറ്റി ഓർമ്മയില്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി സലാം പറയാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ ആർക്കും റെഡിയല്ല, എല്ലാവരും തിരക്കിലാണ്. അതിൽ കൊണ്ടോട്ടിലൊരു സുബൈറാജ് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. സുബൈറാജ് പറഞ്ഞു, തങ്ങൾ പാപ്പ നമുക്ക് പോവാം, ഞാൻ പോരുന്നതായിരുന്നു. മാഷാ അല്ലാ. അങ്ങനെ സുബൈറാജ് നമ്മൾ പോവാം. സുബൈറാജിനെ ഞങ്ങൾ സുബൈസ്കാരം കഴിഞ്ഞ് കഴിയാ അല്ലാ പോണ്ടി റൂട്ട് എന്ന് വെച്ചാൽ ടാക്സി വിളിച്ച് പോകാൻ വിചാരിച്ചു. 7 കിലോമീറ്റർ പോകണ്ടേ. അങ്ങനെ ഞങ്ങൾ വേഗം പുറത്തിറങ്ങി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ടാക്സി കിട്ടി. എങ്ങോട്ടാണ്? അപ്പോൾ നഫീസത്തുൽ മിസ്രിൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഒരുപാട് കറങ്ങി നേരെ അവിടെ എത്തിയപ്പോൾ വലിയ ജുമുഅത്ത് പള്ളിയല്ലേ, എല്ലാ കവാടങ്ങളും അടച്ചിരിക്കുന്നു. ദർബാറിലേക്ക് കയറാൻ നിർവാഹമില്ല. അപ്പോൾ അവിടുത്തെ ഖാദിമിങ്ങളോട് ചോദിച്ചു, മക്കാമ് തുറക്കൂലേന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇനി തുറക്കൂല, ഇനി 8:30 മണിക്ക് തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ എത്തുമ്പോൾ 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നിർവാഹമില്ല, തുറക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്താ പരിഹാരം? ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ അസ്മാഉൽ ഹുസ്ന പരിഹാരമാണ്. അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. അസ്മാഉൽ ഹുസ്ന നിരന്തരമായി ചെല്ലുന്നവർക്ക് അത്ഭുതങ്ങൾ സ്വന്തം ജീവിതത്തിൽ കാണാൻ കഴിയും. അതാണ് 8:30 മണിക്ക് എത്തും. ഞങ്ങൾക്കാണ് 8 മണിക്ക് ബസ്സാണ്, 8:30 ഫ്ലൈറ്റ്, 10 മണിക്ക് ഫ്ലൈറ്റുമാണ്. ഒരു നിർവാഹമില്ല. അപ്പോൾ അവിടെ നിൽക്കാൻ സമയമല്ല. മാഷാ അല്ലാ. സുബൈറാജിനോട് തങ്ങൾ ബാബ നമ്മളെന്താ ചെയ്യുക, 8:30 തുറക്കും, നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് ദ്വാരം അങ്ങ് പോവല്ലേ, അല്ലാണ്ട് നിർവാഹമില്ല എന്ന്. ഞാൻ പറഞ്ഞു, എന്തായാലും ഒന്ന് കയറണം സുബൈറാജി, ബീവിയോടൊന്ന് സലാം പറയണം. ഈ ബീവി ആരാണ്? ഇത് ഫൗമൗസുൻ കുതുബുടെയും സ്ഥാനമേലേബിത്തേ, ഔസിന്റെയും കുത്തുബിന്റെയും സ്ഥാനം നേടിയ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ. ചില്ലറ മഹദിയാണോ? ഇനി വിജ്ഞാനാണെങ്കിലോ വിജ്ഞാനത്തിൽ അത്ഭുതമാണ്. ഷാഫി ഇമാം പോലും തങ്ങൾ പോലും വന്നിട്ട് ഹദീസുകൾ ചർച്ച ചെയ്യുന്ന പാണ്ഡിത്യത്തിന്റെ ഉടമ സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഒന്ന് ചെന്നാൽ സലാം പറയണം എന്നെ. അപ്പോൾ സുബൈറാജിനോട് പറഞ്ഞു, തങ്ങൾ എന്താ ചെയ്യും? ഞാൻ പറഞ്ഞു, എന്തായാലും കയറണം സുബൈറാജി, കേസ് നമുക്ക് ഫയൽ ചെയ്യണം അള്ളാഹുവിനൊക്കെ. എന്ത് ചെയ്യണം വെച്ചാൽ അസ്മാഉൽ ഹുസ്നൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഞാനങ്ങനെ ചൊല്ലും. ഇൻഷാ അല്ലാഹ് ഒരു വകുപ്പ് അല്ലാഹ് അങ്ങോട്ട് തീരുമാനിച്ചു. ബീവി അങ്ങോട്ട് ഇടപെടട്ടെ. നമ്മൾ ചൊല്ലി, യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് റഹീം യാ അല്ലാഹ് മലിക് യാ അല്ലാഹ് ഖുദ്ദൂസ് യാ അല്ലാഹ് സലാം യാ അല്ലാഹ് മുഅ്മിൻ യാ അല്ലാഹ് മുഹൈമിൻ യാ അല്ലാഹ് അസീസ് യാ അല്ലാഹ് ജബ്ബാർ യാ അല്ലാഹ് മുതകബ്ബിർ യാ അല്ലാഹ് ഖാലിഖ് യാ അല്ലാഹ് ബാരി യാ അല്ലാഹ് മുസവ്വിർ യാ അല്ലാഹ് ഗഫാർ യാ അല്ലാഹ് ഖഹാർ യാ അല്ലാഹ് വഹാബ് യാ അല്ലാഹ് റസാഖ് യാ അല്ലാഹ് ഫത്താഹ് യാ അല്ലാഹ് അലീം യാ അല്ലാഹ് ഖാബിൽ യാ അല്ലാഹ് ബാസിത് യാ അല്ലാഹ് ഹാഫിൽ യാ അല്ലാഹ് ഖാഫിൽ യാ അല്ലാഹ് റാഫി യാ അല്ലാഹ് മുഇസ് യാ അല്ലാഹ് മുദിൽ യാ അല്ലാഹ് സമീ യാ അല്ലാഹ് ബസീർ യാ അല്ലാഹ്. അങ്ങനെ 99 അങ്ങ് ചൊല്ലി തീരുമ്പോഴേക്ക് അവിടെ ഒരു പോലീസുകാരൻ വന്നു. സുബൈറാജ് പറഞ്ഞു, പിന്നെ പരിചയപ്പെട്ടു, സലാം പറഞ്ഞു. അലൈക്കും അസ്സലാം കൈഫൽ ഹാൽ എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. സുബൈറാജ് പറഞ്ഞു, ഞങ്ങൾ തങ്ങളാണ്, ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരികയാണ്, ബീവിൻ്റെ ഹദറത്തിലൊന്ന് പോകണോ, ഒന്ന് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരന് പറഞ്ഞു, നമ്മുടെ നിയമമാണ് 8:30 തുറക്കാൻ പറ്റും. അപ്പോൾ സുബൈറാജ് പറഞ്ഞു, എന്തായാലും ഒന്ന് കയറണം തങ്ങൾ പറയുന്നുണ്ടെന്ന്. ഉടനെ തന്നെ ആ മനുഷ്യൻ ഞാനിങ്ങനെ അസ്മാഉൽ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം അള്ളാഹ് പറഞ്ഞതാണ്. അസ്മാഉൽ പറ്റി അള്ളാഹ് പറഞ്ഞു, എന്ത് പറഞ്ഞു? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഖുർആനല്ലേ? അല്ലാഹുവിന് മനോഹരങ്ങളായ പേരുകളുണ്ട്. ഫദൂഹു ബിഹാദ. അത് മുൻനിർത്തി അങ്ങ് ദ്വാരക്കണം. അള്ളാഹ് പറഞ്ഞല്ലേ, അത് പവറാണ്. അത് 1, 2, 100 സംഭവമല്ല. അസ്മാഉൽ ഹുസ്ന മുൻനിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഇനി മഹാന്മാരുടെ അടുത്ത് പോയിട്ടോ അവരോട് നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി അങ്ങ് പറഞ്ഞു നോക്കി, അവർക്ക് ഇടപെടാണ്ടിരിക്കാൻ കഴിയൂല. ഇതിന്റെ വീറ്റോ പവർ അതാണ്. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്, പവറാണത്. ഞാനത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹ്. പോലീസുകാരൻ പറയാ, എന്നാ ഞാൻ ഇപ്പം ഇവിടുത്തെ മെയിൻ ഇമാമിനെ വിളിക്കാന്ന്. അയാൾ ഉടനെ തന്നെ ഞങ്ങളെ മുമ്പ് നിന്നാണ് വിളിക്കുന്നത്. മെയിൻ ഇമാമിനെ വിളിച്ചു, അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇമാം പറഞ്ഞ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായിരുന്നു 5 മിനിറ്റ് തീരുന്നതിന് മുമ്പ് അയാൾ തിരിച്ചിങ്ങോട്ട് തന്നെ വിളിച്ച ഇമാം വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്നാലിൻ്റെ കവാടം തുറന്ന് വരാം, അതിലെ വരാൻ പറയുന്നു.
അങ്ങനെ ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ ആ പള്ളിയുടെ ഒരു കവാടം പറഞ്ഞു അങ്ങോട്ട് ചെന്നു. നേരെ കവാടം അങ്ങോട്ട് തുറന്നപ്പോൾ അവിടുത്തെ മെയിൻ ഇമാമും അസിസ്റ്റന്റ് ഇമാമും മുഅദ്ദിനീങ്ങൾ എല്ലാവരും കൂടി മാഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം എല്ലാവരും പിടിച്ച് അണച്ചുകൂട്ടലോ മാഷാ അല്ലാഹ് വലിയ സംഭവം. ഇതൊക്കെ എന്താ ഞാൻ പറയുന്നത്? കിബറല്ലത്. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചാൽ അത് വീറ്റ് പവറാണ്. അത് അനുഭവമല്ലേ പറയുന്നത്. രക്ഷാണ്, പവറാണ്. അള്ളാഹുവിൻ്റെ സുന്ദരങ്ങളായ നാമങ്ങളുടെ പവർ എത്രയാ മുഅ്മിനീങ്ങളെ. ചെല്ലിക്കോടി എല്ലാ ദിവസവും പവറാണ്. ഒരു മരുന്ന് കുടിക്കുകയാണ്, അത് പിടിച്ച് കയ്യിൽ വെച്ചിട്ട് 2, 3, 4, 5 മിനിറ്റ് വേണ്ടല്ലോ. യാ അല്ലാഹ് റഹ്മാൻ റഹീം മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിയുൽ മുസവ്വിറുൽ ഗഫാറുൽ ഖഹാറുൽ വഹാബുർ റസാഖുൽ ഫത്താഹ് 99 അങ്ങ് ചൊല്ലി ഊതിയം കുടിച്ചോളി. ഏത് രോഗവും അല്ലാഹ് ശിഫാക്കും, ധൈര്യം അല്ലാഹു നൽകും. അതാ അതിൻ്റെ പവർ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. കവാടം കടച്ചാനി പള്ളിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ ദർബാറിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഇനിയൊരു ഡോറും കൂടി തുറക്കാനുണ്ട്, ഗ്ലാസ്സാണ്. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ദിയാറത്ത് ചെയ്തോളി. ഞാനവരോട് പറഞ്ഞു, പോരാ, ഈ കടക്കുന്നതാരാണ്? ആത്മീയ രംഗത്തുള്ള രാജാത്തിയല്ലേ. മാഷാ അല്ലാഹ്, അത് ഇഷ്ക് കൊണ്ടാണത്. അത് കേൾക്കുമ്പോൾ മറ്റേ ആൾ അടുത്ത ചാവി എടുക്കാൻ ഓടിയാണ്. മെയിൻ ഇമാം റൂമിൽ പോയി ചാവി എടുത്ത് ഈ ഡോറും തുറന്നു നേരെ ഇലാ ഹദ്റത്തിൻ നഫീസത്തുൽ മിസ്രിയ. ഹോ ദർബാർ, എന്തൊരു മഹത്തരം പ്രൗഢമാണ് അവിടുത്തെ കിടത്തം. അന്നും ഇന്നും എന്നും നഫീസത്ത് ബീവിയുടെ ചാരവരാതെ മിസ്റുകൾക്ക് കഴിയൂല. ഇത്രയും പവറാണ്. അത് മുസ്തഫ നബിതങ്ങളല്ലേ അവിടെ ഏൽപ്പിച്ചത്. അവിടുന്ന് വഫാത്തായി കിടക്കുന്ന സമയത്ത് മദീനയിൽ കൊണ്ടുപോകാൻ ചർച്ച വന്നില്ലേ? ഭർത്താവ് വലിയ മഹാനാണ്, പറഞ്ഞില്ലേ ബീവിനെ അങ്ങോട്ട് മദീനത്ത് കൊണ്ടുപോകാന്ന്. ആരാ ഇടപെട്ട് പഞ്ചായത്ത് പറഞ്ഞത്? ഇല്ല, നഫീസത്ത് മോള് മിസ്റിൽ തന്നെ കിടക്കട്ടെ തങ്ങളെ, അവൾ മിസ്റിൽ തന്നെ കിടക്കട്ടെ. സയ്യിദനാ റസൂലുള്ളാഹി തങ്ങളല്ലേ, മഹാന്മാർക്കൊക്കെ എല്ലാവരും ഇടപെടും. മാഷാ അല്ലാഹ്. അങ്ങനെ സിയാറത്തിൽ അവരൊക്കെ പങ്കെടുത്തു, അവിടുത്തെ ഇമാമിങ്ങളൊക്കെ പങ്കെടുത്തു, എല്ലാവരും പങ്കെടുത്തു. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് അവിടുത്തെ പൈസ ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്ത്. അപ്പോൾ സുബൈറാജിനോട് ഒരു പറയുക, അവിടുത്തെ മെയിൻ ഇമാം പറയാണ്, മൂപ്പർ കുറേ കൊല്ലായി അവിടെ ഇമാമായിട്ട്, ഇങ്ങനെ ഈ അസമയത്ത് തുറന്നു കൊടുക്കലില്ല, തങ്ങൾക്ക് അവരോടുള്ള ബന്ധം കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം അങ്ങനെ ഓർക്കുക. ഇത് എവിടെന്നും പവറാണ് അസ്മാഉൽ ഹുസ്ന. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ചെല്ലാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രവാസത്തിൽ പലരും കേട്ടവരുണ്ടായി. ഈ അനുഭവങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ അതൊക്കെ സന്തോഷം കൊണ്ട് പറയാണ്. വയനാട്ടിലെ കൽപ്പറ്റയിൽ പരിപാടി കഴിഞ്ഞ് വരിക. പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. കാറിലിങ്ങനെ വരുമ്പോൾ പിന്നെ ലക്കിടി എത്തിയപ്പോൾ പിന്നെ ഒരു ലോറി എംസാൻഡ് കൊണ്ടുവന്ന വലിയ ടിപ്പർ ലോറി ഉണ്ടല്ലോ, അപാരമായിട്ടും പറ്റില്ല. ആ ടിപ്പർ ലോറി ഉണ്ട് റോഡിന് കുറുകെ ഇങ്ങനെ ക്രോസിൽ കിടക്കുന്നു, ഹൈവേയിൽ. അപ്പോൾ എനിക്കിനി വണ്ടി കൊണ്ടുപോകണമെങ്കിൽ അപ്പുറത്തോട്ട് താഴത്തോട്ട് ഇറക്കി കൊണ്ടുപോകണം. അപ്പോൾ രാത്രി ആയാലും പിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഓർക്ക് പൊതുവേ കുറവായതുകൊണ്ട് ഇതെന്താ സംഭവം പഠിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് ഇഷ്ടമാക്കാം. അതിൽ പരിപാടി ഇങ്ങനെ വരുമ്പോൾ ഏതായാലും ആരെന്താ കണ്ടാലൊക്കെ ഒരു ദിവസം മാഷാ അല്ലാഹ് കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞ് വരിക. ഡ്രൈവറും ഖാദിമിങ്ങളൊക്കെ ഉണ്ട്. പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഫോറസ്റ്റ് വഴിയാണല്ലേ വരിക. ഫോറസ്റ്റിലെത്തിയപ്പോൾ പിന്നെ നമ്മളെ ഈ നായ്ക്കുറുക്കുന്ന സാധനമല്ലോ, ആ വണ്ടി അത് ഓവർ ലോഡ് ചെയ്തിട്ട് കുടുങ്ങിയിട്ട് ഇതാണ് കയറുന്നില്ല. ബേക്കിലും ബ്ലോക്ക്, മുമ്പിലും ബ്ലോക്ക്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് കയറായിട്ട് ആ വണ്ടി കുന്തിയിട്ട് കയറുന്നില്ല. അപ്പോൾ ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇറങ്ങാൻ പേടിയാണ്. സാധനമൊക്കെ ഉണ്ടാവില്ലേ, കാരണവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ, എല്ലാവർക്കും പേടിയായിട്ട് ഞാനായിട്ട് ഇറങ്ങിയിട്ട് എന്താ പറയുക, നമ്മളൊന്ന് ഇറങ്ങിയാൽ പിന്നെ അല്ലെങ്കിൽ ഇറങ്ങിക്കോളും. അതൊരു ധൈര്യമാണ്, അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിച്ചാൽ പവറാണ്. ധൈര്യം അല്ലാഹു തരും. അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മുകളും പവറല്ലേ. ഞാൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ വലിയ രണ്ടാൾക്കാർ ഉദ്യോഗം കയറുന്നില്ല, ഈ വലിയ ഗർത്തത്തിൽ കുടുങ്ങി കിടക്കുക. ഞാനവിടെ ഇറങ്ങി കണ്ട് അടുത്തുള്ള വണ്ടിക്കാർക്ക് എല്ലാവരും നോക്കിക്കാണ്. കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇറങ്ങാൻ പേടി, എല്ലാവരും വരികയെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്
അത് രസാ. അത് നമ്മൾ എന്തൊരു മനസ്സായി കിട്ടണം. കാരണം എല്ലാവരും ചെറുപ്പക്കാർക്ക് ഓടി വന്നു. ആ മക്കളൊന്ന് ഉന്തി ഓടി യാ അല്ലാ അല്ലാ വണ്ടിക്ക് കയറി പോയി. ഫോറസ്റ്റ് എന്താ സംഭവം? അത് പവറാണ്. അസ്മാഉൽ-ഹുസ്ന നമ്മൾ മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ പവർ തന്നെ. അതുപോലെ ഇത് സംഭവം സുബ്ഹാനല്ലാഹ്, ടിപ്പർ ലോറി ഇങ്ങനെ കുടുങ്ങിക്കിടക്കാണ്, കുറുകയാണുള്ളത്, ഹൈവേ ഇതാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ എൻ്റെ വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നോക്കും, നല്ല മഴയും പെയ്യുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് വണ്ടിയിൽ എന്തോ സ്റ്റോക്ക് ഉണ്ടാവും, കുട ഉണ്ടാവും, വെള്ളമൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞാൽ വണ്ടിയിൽ പോകണം. യാത്രയിൽ നല്ലതാണല്ലോ. ഞാൻ കുട തുറന്നിട്ട് ഞാൻ മെല്ലെ ഇറങ്ങിയിട്ട് ലോറിൻ്റെ അടുത്തേക്ക് ഇരുന്നപ്പോൾ ലോറിൻ്റെ അടിയിലുണ്ട് 3 ചെറുപ്പക്കാർ. മഴ കൊണ്ടിട്ട് തലമുടി ഇങ്ങനെ ആയിട്ട് ഇത് തിരിയുന്നില്ല, ആണോ പെണ്ണോ തിരിയില്ല. ഏതായിരുന്നാലോ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ പോലും ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും, സമയം രാത്രി 12 മണിയാണ്. ഞാൻ പരിപാടി കഴിഞ്ഞ് വരിക. വഅലൈക്കും അസ്സലാം, എന്താ ചെറുപ്പക്കാരെ പറ്റിയെന്ന് വെച്ചു. അല്ലോ അതേ ഞങ്ങളിതാ ഈ എംസാൻ്റെ പുറത്തേക്ക് ഇങ്ങോട്ട് തട്ടിയിട്ട് സാധനം തട്ടിയപ്പോൾ ഇങ്ങോട്ട് കയറ്റും, മഴ ചെരി ചാലിയായിട്ട് ടയറ് കറങ്ങി കുടുങ്ങിക്കിടക്കുകയാണ്. റോഡ് ഒരു തലൻ്റെ ഭാഗമുള്ളത് മുമ്പശല്ലൊക്കെ പിന്നെ നടുവിലാണ്, റോഡിന് നടുവിലാണ്. കയറി പോരുന്നില്ല. ഓല് കുറേ കല്ലും കട്ടയും ഒക്കെ വെച്ച് നോക്കിയിരുന്നു. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ചോദിച്ചു, കുട്ടികളെ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് വെച്ചാൽ, നിങ്ങളിൽ വെള്ളം ഉണ്ടോന്ന് വെച്ചാൽ അവർ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു, 2 കുപ്പി ഉണ്ടായി, എടുത്ത് 2 കൂടി. ആ ചെറുപ്പക്കാർ വെള്ളം വലിച്ച് കുടിച്ച്. കാരണം അവിടെ ഒന്നും അങ്ങാടി ഒന്നുമില്ല, ഒക്കെ വിജനമായി കിടക്കുകയാണ്, ലിക്വിഡില്ല സംഭവം. വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നാട്? നിങ്ങൾ മുക്കത്തുകാരാണ്. എന്താ സംഭവം? നിങ്ങൾ എംസാൻ ഉണ്ടായി തട്ടി ഇങ്ങോട്ട് കയറ്റിയ വണ്ടി പോകുന്നില്ല, കറങ്ങി ഗർത്തായി കുടുങ്ങിക്കിടക്കാണ്. കുറേ കല്ലൊക്കെ ഇട്ട് ലാക്കിയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട്, ഒന്നും പരിഹാരമല്ല. എത്ര മണിക്കൂറായി? 2 മണിക്കൂറായി ഞങ്ങളിവിടെ കുടുങ്ങിക്കിടക്കും. ശരി, അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അവിടെയാണ് നമ്മൾ അസ്മാഉൽ-ഹുസ്ന കൊണ്ട് നേരിടേണ്ടത്. പ്രതിസന്ധികൾ വരണം, പ്രയാസങ്ങൾ വരണം, കൊറോണ വരും. വന്നാൽ പകച്ചു നിൽക്കാതെ അല്ലാഹുവിലുള്ള വിശ്വാസവും അസ്മാഉൽ-ഹുസ്ന കൊണ്ടുള്ള മുന്നേറ്റവും. മുഅ്മിനീങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. മുഅ്മിനീങ്ങൾ പേടിക്കരുത്, ഭയപ്പെട്ട് നിൽക്കരുത്. അപ്പുറത്ത് അബൂജഹലും സൈന്യങ്ങളുമുണ്ട്, സർവായുധ വിഭൂഷിതരാണ് അവര്, എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. ഇപ്പോഴത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാവപ്പെട്ട സ്വഹാബത്തും പേടി വന്നില്ല അവരെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈമാൻ കൊണ്ട് നമ്മൾ നേരിടേണ്ടത്. അത് ബദറിന്റെ സന്ദേശമല്ലേ? അപ്പോൾ മാഷാ അല്ലാഹ് ഞാനിവർ ചോദിച്ചു, കൂട്ടുകാരെ, അപ്പം നിങ്ങൾ മുക്കത്തുകാരാന്ന് പറഞ്ഞു. അതുപോലെ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മൻ മിൻകും ഡ്രൈവർ, നിങ്ങളിൽ ആരാണ് ഡ്രൈവർ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനാണ് ഡ്രൈവറെന്ന്. അന്നാ മക്കൾ നിങ്ങൾ ലാക്കിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി, നമുക്ക് വേറെ പണിയുണ്ടെന്നാണ് ഓല് പറഞ്ഞത്. അത് ഇത് ലാക്കിയൊക്കെ മാറ്റിയാൽ പിന്നെയും 12 ടൈമോ അവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ലാക്കിയെടുത്ത് മാറ്റിയെന്ന്. ലാക്കിയെടുത്ത് മാറ്റി ഞാൻ പറഞ്ഞു, മോനെ ഡ്രൈവറെ നീ വണ്ടി കയറടാ. ഓ വണ്ടി കയറി. ഞാൻ പറയുമ്പോൾ വണ്ടി എടുക്കാം. നമ്മളെന്താ ചെയ്തത്? ഞാൻ യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് റഹീം യാ അല്ലാഹ് മലിക് യാ അല്ലാഹ് ഖുദ്ദൂസ് യാ അല്ലാഹ് സലാം യാ അല്ലാഹ് മുഅ്മിൻ യാ അല്ലാഹ് മുഹൈമിൻ യാ അല്ലാഹ് അസീസ് യാ അല്ലാഹ് ജബ്ബാർ യാ അല്ലാഹ് മുതകബ്ബിർ യാ അല്ലാഹ് ഖാലിഖ് യാ അല്ലാഹ് ബാരി യാ അല്ലാഹ് മുസവ്വിർ യാ അല്ലാഹ് ഗഫാർ യാ അല്ലാഹ് ഖഹാർ യാ അല്ലാഹ് വഹാബ് യാ അല്ലാഹ് റസാഖ് യാ അല്ലാഹ് ഫത്താഹു യാ അല്ലാഹ് അലീം യാ അല്ലാഹ് ഖാബിൽ യാ അല്ലാഹ് ബാസിത് യാ അല്ലാഹ് ഹാഫിൽ യാ അല്ലാഹ് ഖാഫിൽ യാ അല്ലാഹ് റാഫി യാ അല്ലാഹ് 99 പേരാണ് ചൊല്ലി വണ്ടിക്ക് 2 അടി കൊടുത്തു. യാ അല്ലാഹ് സുറഹ് വണ്ടി എടുത്ത മോനെ. അതാ വണ്ടി സ്റ്റാർട്ടാക്കി, വണ്ടി ഡ്രന്ന് കയറി അങ്ങ് പോയി. മാഷാ അല്ലാഹ് കയറി അങ്ങോട്ടത്തെ സൈഡാക്കി അവിടെ നിർത്തി. പിന്നെ ഈ 3 ചെറുപ്പക്കാർ എന്നങ്ങോട്ട് വളഞ്ഞ്. കാരണം രാത്രി സമയപ്പോഴേ എത്രയായി? ഇപ്പോൾ 12:15 12:30 എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഈ പ്രതിസന്ധിയും പ്രയാസങ്ങളുള്ള സമയത്ത്, കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന നിങ്ങളാരാ? ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു സാധു മനുഷ്യനാണ്, ഫക്കീറായ മനുഷ്യൻ. അയ്യഹ്താജു ഇലാ റഹ്മത്തില്ലാ. എന്നാലും നിങ്ങളുടെ പേരെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, മഷൂറുമില്ല കോയത്തങ്ങൾ. തങ്ങളാണ്. തങ്ങൾ എന്താണ് ചെയ്യുന്നവർ ചെയ്യുന്നത്? 2.5 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നു. നിങ്ങളെന്തോ ചെയ്തപ്പോൾ കയറിപ്പോയില്ല, നിങ്ങളെന്താണ്? ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയാ. 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. ഇങ്ങനെ ഒരു ബ്ലോക്കല്ല, ഏത് ബ്ലോക്കും നീങ്ങും.
നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബ്ലോക്കോ എല്ലാ ബ്ലോക്കും നീങ്ങാൻ അസ്മാഉൽ ഹുസ്ന നമ്മൾ രാവിലെ ചെല്ലുക, വൈകുന്നേരം ചെല്ലുക, ഉച്ചക്ക് അത് ഇഷ്കായിട്ട് മാറുക. അപ്പോൾ അല്ലാഹു തആല നമുക്കതിന് വലിയ പവർ നമുക്കതിനെ കൂടി കാണിച്ചു തരും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരിമാരൊക്കെ ചെല്ലുന്നവരാകും. നിങ്ങൾ ആ ഏടിൽ ഉണ്ടാകും. അതിൽ തന്നെ നൂറുൽ ഈമാൻ എന്ന് പറയുന്ന അധ്യായത്തിൽ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ. നമ്മുടെ ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. അത് വല്ലാത്ത പവറാണ്. എന്നും അത് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. സാധുവായ ഞാൻ അസ്മാഉൽ ഹുസ്നയും അത്ഭുതങ്ങളും എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കുവാനും വെളിച്ചം കാണാനും അത് ആധികാരികമാവാനൊക്കെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് സന്ദർഭിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.